പ്രകൃതിയെയും അതിലെ നമ്മുടെ സ്ഥാനത്തെയും അറിയാതെ നമുക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയുമോ? ഇതാണ് ഇന്നത്തെ പ്രമേയം. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ്: അണ്ടർസ്റ്റാൻഡിംഗ് നേച്ചർ ആൻഡ് സെൽഫ് ഈസ് എസെൻഷ്യൽ ഫോർ റൈറ്റ് ലിവിംഗ് ആൻഡ് അവെയർനെസ്. പ്രകൃതിയെയും സ്വയത്തെയും മനസ്സിലാക്കൽ. ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അതൊക്കെയാണ്. പ്രകൃതിയുടെ അടിസ്ഥാന ഘടനയും പ്രവർത്തന നിയമങ്ങളും എന്താണ്? പ്രകൃതിയിൽ എന്റെ സ്ഥാനം എന്താണ്? ഞാൻ എവിടെയാണ് നിലനിൽക്കുന്നത്? എന്റെ സ്വഭാവവും പ്രവർത്തനങ്ങളും സാധ്യതകളും എങ്ങനെ തിരിച്ചറിയാം? ഇതാണ് ഇന്നത്തെ പ്രമേയം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. ആത്മയാനത്തിന്റെ പാഠങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആത്മയാനത്തില് നമ്മൾ ആത്മത്തിന്റെ ഒരു യാത്രയിലാണ് എന്ന് പറഞ്ഞു. ഇതൊരു യാത്രാപാത്രമാണ്, യാത്രയുടെ ഒരു വെസലാണ്, ടൂളാണ്. അപ്പൊ അതില് നമ്മൾ ഇവിടെ ആദ്യമായിട്ട് ആത്മയാനത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുകയാണ്. പ്രകൃതിയെ മനസ്സിലാക്കാതെ, അതിലെ എന്റെ സ്ഥാനം അറിയാതെ, എന്റെ സ്ഥാനം എന്തെന്ന് തിരിച്ചറിയാതെ എന്റെ ജീവിതത്തെ ശരിയായി ചിട്ടപ്പെടുത്താനാവുമോ? നമുക്ക് ഈ പറയുന്ന ആ ഒരു യാത്ര സാധ്യമാകുന്നു? അവിടെ പ്രകൃതിയെ നമ്മൾ അറിയുക എന്നുള്ളൊരു കാര്യമാണ് ആദ്യം വരുന്നത്. അപ്പോ പ്രകൃതിയുടെ അടിസ്ഥാന ഘടനയും പ്രവർത്തനങ്ങളും എന്താണെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പൊ അതില് ഈ പ്രകൃതിയെ പഠിക്കൽ എന്നുള്ളത് ഒരു പ്രധാന ആവശ്യമാണ്. എന്തിനാണ് നമ്മൾ പ്രകൃതിയെ പഠിക്കുന്നത്? നമ്മളെയൊക്കെ യാത്ര ചെയ്താൽ പോരെ പ്രകൃതിയെ പഠിക്കുന്നത്. അപ്പൊ പ്രകൃതി എന്ന് പറയുന്നത് എന്താ? നമ്മൾ സ്ഥിരം പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഈ കായലിന്റെ നടുവിൽ, കായലിന്റെ സൈഡിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ചീനവലയെ സംരക്ഷിക്കാനായിട്ട് ചീനവലയ്ക്ക് ചുറ്റും കുറെ തെങ്ങിൻ കുറ്റികൾ കൊണ്ടൊരു വേലി ഉണ്ടാവും. തെങ്ങിന്റെ കുറ്റികൾ കൊണ്ട് ഒരു വേലി ഉണ്ടാക്കും. ഈ വേലിയുടെ പുറത്തും കായലാണ്, അകത്തും കായലാണ്. പക്ഷെ മറ്റുള്ള തോണികളൊക്കെ ഇതിനകത്ത് ഇടിച്ചു കയറി വരാതിരിക്കാനായിട്ട്, ചീനവല കേടുവരുത്താതിരിക്കാനായിട്ട് ഈ കുറ്റികൾ വെക്കും. അതിനകത്ത് ചീനവല പ്രവർത്തിക്കും. പക്ഷെ അതിനകത്തും പുറത്തും ഒരേ സാധനം തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഈ ബൗണ്ടറി ഇട്ട് കഴിയുമ്പോൾ ഇതിനകം ഈ ചീനവലയാണ് എന്ന് വിളിക്കപ്പെടുന്നു എന്ന് മാത്രം. ഇത്രയുള്ള വ്യത്യാസം. പുറത്തും അകത്തും കായല് തന്നെ. ഇതുപോലെ പ്രകൃതി എന്ന മഹാസംവിധാനത്തിന്റെ അകത്തുള്ള ഒരു വേലി കെട്ടിയ ഭാഗമാണ് ഞാൻ എന്ന് പറയുന്ന ഈ ഒരു സ്വത്വം. ഇതിനെക്കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അകത്തേക്ക് നോക്കി പഠിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. നമ്മുടെ കണ്ണും കാതും എല്ലാം പുറത്തേക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അകത്തേക്ക് നോക്കി പഠിക്കാൻ കഴിയില്ല. പഠിക്കാൻ കഴിയണമെങ്കിൽ, ഒട്ടും കഴിയില്ല എന്നല്ല, അകത്തേക്ക് നോക്കി പഠിക്കാൻ തുടക്കത്തിൽ കഴിയില്ല. കാരണം നമ്മൾ ശീലിച്ചത് കണ്ണും കാതും ചെവിയും കൊണ്ട്, നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് പുറത്തേക്ക് നോക്കി പഠിക്കാനാണ്. അപ്പോ ആ പുറത്തേക്ക് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണോ ഉള്ളത് അത് തന്നെയാണ് അകത്തുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. അതിന് നമ്മളതിന് മുമ്പുള്ള ചില പഠനങ്ങളിലൂടെ ഇന്റഗ്രൽ പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, സമഗ്ര അനുപാതം എന്ന് പറയുന്ന ഒന്ന്, ഒരു വ്യവസ്ഥാ നിയമത്തില് ഒരു വലിയ വ്യവസ്ഥ എടുത്താൽ, ഇപ്പൊ ശരീരമാകുന്ന ഒരു വ്യവസ്ഥ എടുത്താൽ ശരീരത്തിന്റെ മൊത്തം പ്രവർത്തന തത്വത്തെ എടുത്തു കഴിഞ്ഞാൽ അതേ പ്രവർത്തന തത്വം അതിന്റെ ഒരു അവയവത്തിലും കാണാൻ പറ്റും. ഒരു വലിയ സംവിധാനത്തെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തനത്വം ചെറിയ സംവിധാനത്തിലും കാണാൻ പറ്റും. ഇതിന്റെ ഫ്രാക്ടൽ തിയറി എന്ന സിസ്റ്റംസിലോ പറയുന്നുണ്ട്. ഹോളോൺ എന്നുള്ളൊരു പേരിട്ട് വിളിക്കുന്നുണ്ട്. ഇങ്ങനെ പല പേരുകൾ ഇത് അറിയുന്നുണ്ട്. അപ്പൊ വലിയ വ്യവസ്ഥയെ അറിഞ്ഞാൽ അതിന്റെ അകത്തെ ഒരു ചെറിയ ഭാഗത്തെ അറിയാൻ കഴിയും എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ വലിയ വ്യവസ്ഥയെ അറിയാൻ നമുക്ക് എളുപ്പമാണ്. കാരണം കണ്ണും കാതും എല്ലാം പുറത്തേക്ക് തുറന്നു വെച്ചാണ് ഇരിക്കുന്നത്. ഈ പ്രകൃതി എന്നുള്ള ഒരു സമഗ്ര സംവിധാനമാണ്. ആ പ്രകൃതി എന്നുള്ള ഈ സമഗ്ര സംവിധാനത്തിലെ എല്ലാ ഘടകങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ പ്രകൃതിയുടെ ആ പരസ്പര ബന്ധിതമായ ആ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നറിയണമെങ്കിൽ നമ്മൾ പുറത്തേക്ക് നോക്കുക. ആദ്യം പ്രകൃതിയുടെ പ്രധാന ഗുണവിശേഷങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇപ്പൊ പ്രകൃതിയെ നോക്കിക്കഴിഞ്ഞാൽ, പ്രകൃതിയെ നമ്മൾ നോക്കിക്കാണുന്നത് ഒരു ദൃശ്യപ്രകൃതിയിലൂടെയാണ്. അതിനൊരു ഘടനയുണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ ഈ പ്രകൃതിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ദൃശ്യപ്രകൃതി, നമുക്ക് ചുറ്റും കാണുന്ന ഈ പ്രകൃതിയെ നോക്കിയാൽ മതി. അതിനൊരു ഘടനയുണ്ട്. ആ ഘടനയെ നമ്മൾ നിരീക്ഷിച്ചാൽ മനസ്സിലാവും. വളരെ സവിശേഷമായ രീതിയിൽ അത് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ ക്രമീകരണം എന്നുള്ളൊരു സംവിധാനം അവിടെ ഉണ്ട്. ആ സംവിധാനമാണ് അതിനെ അങ്ങനെ ആക്കിയിട്ടുള്ളത്. അതിനെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. അതിന് കേടുപാടുകൾ വരുമ്പോൾ അതിന് ഏറ്റക്കുറച്ചിലുകളോടുകൂടി അതിനെ വീണ്ടും പുനഃസ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനാണ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സംഘാടന എന്ന് പറയും. ഈ ക്രമീകരണത്തെ, ഈ ഘടനയെ ഘടിപ്പിക്കുന്നതാണ് സംഘാടനം.
അപ്പോ ഘടനയെ ഘടിപ്പിച്ച സംഘാടനം. അപ്പൊ ഘടന വേറെ, സംഘാടനം വേറെ. ഈ സംഘടിപ്പിച്ചത് എന്തിനാ? അത് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി അത് പ്രവർത്തിക്കുന്നുണ്ട്. ഉണ്ടായതിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയണമെങ്കിൽ എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ള കാര്യകാരണങ്ങളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. കാരണങ്ങളെ കുറിച്ച് പഠിക്കുന്നത് വേറൊരു ബ്രാഞ്ചാണ്. അത് കുറച്ചുകൂടെ കഴിഞ്ഞ് നമുക്ക് പഠിക്കാം. എന്നാലും തൽക്കാലത്തേക്ക് ഇവിടെ ഇതിനൊരു പ്രവർത്തനമുണ്ടല്ലോ, ആ പ്രവർത്തനത്തെയാണ്, അതിന് നിയോഗിക്കപ്പെട്ട പ്രവർത്തനത്തെയാണ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോ ഘടനയുണ്ട്, അതിനെ സംഘടിപ്പിച്ച സംഘാടനമുണ്ട്. ആ സംഘാടനം എന്തിനു വേണ്ടിയാണോ അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനമുണ്ട്, ഫംഗ്ഷൻ ഉണ്ട്, ദൗത്യമുണ്ട്. അതാ ആ ദൗത്യം, ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മത്തിനനുസരിച്ച് അത് എന്തോ ചെയ്യാറുണ്ട്. ചീനവലയെ ഒരു പ്രത്യേക സ്ഥലത്താണ്, അപ്പുറത്തല്ല ഇപ്പുറത്തല്ല, നടുവിൽ ഒരു പ്രത്യേക ഭാഗത്താണ് അതിനെ ഘടിപ്പിച്ചിട്ടുള്ളത്. അതാണ് അതിന്റെ സ്പേസിങ്. വേറെങ്ങും തട്ടാത്ത പോലെ, വേറെങ്ങും കൊള്ളാത്ത പോലെ, വേറൊന്നിന്റെയും ആഘാതം ഏൽക്കാത്തതുപോലെ അതിനെ സ്പേസ് ചെയ്തിട്ടുണ്ട്. അതിനാണ് സ്പേസിങ്, ഇടം എന്ന് പറയുന്നത്. അപ്പോ മറ്റുള്ള സ്ഥലങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ടാണ് അത് അവിടെ നിൽക്കുന്നത്, അനുരൂപപ്പെട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് അതൊരു പ്രവർത്തനം, നേരത്തെ പറഞ്ഞു അതിനൊരു പ്രവർത്തനം ഉണ്ടെന്ന്, അതെന്തോ ചെയ്യാനുണ്ട്. ആ പ്രവർത്തനം കാഴ്ചവെക്കാൻ അവിടെ ഉള്ള ചില ശക്തികളുണ്ട്. അപ്പോ ഘടന, സംഘാടനം, ഫങ്ഷൻ, സ്പേസിങ്, ശക്തി എന്ന് പറയുന്ന അവസ്ഥകളുണ്ട്. ഇതെല്ലാം പ്രകൃതിയുടെ പാരാമീറ്ററുകളാണ്. പ്രകൃതി എന്ന് പറയുന്നത് ഒരു അമ്മയായിട്ട്, നമ്മളിപ്പോ ആത്മയാനത്തിൽ നമ്മൾ അതിനൊരു മാതാവായിട്ടാണ്, ഒരു ഗർഭപാത്രമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ ആ സ്ത്രൈണഭാവത്തിന് ഈ 5 ഭാഗങ്ങളുണ്ട്, 5 പാരാമീറ്ററുകൾ മുഖ്യമായിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 5 പാരാമീറ്ററുകളുണ്ട്. ഈ പാരാമീറ്ററുകൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതില് ഈ ഇടം എന്ന് പറഞ്ഞില്ലേ, നമ്മളൊരു പ്രത്യേക ഭാഗത്തെ സ്പേസിംഗ് എന്ന് പറഞ്ഞില്ലേ, ആ സ്പേസിങ്ങിന്റെ ആ ഒരു ഭാഗത്ത് ഞാൻ നിൽക്കുന്നു എന്ന് സങ്കല്പിക്കുകയല്ല, സത്യമാണത്. പ്രകൃതിയുടെ ഒരു മൊത്തം ഭാഗത്ത്, അതിന്റെ ഒരു ഭാഗത്ത് ചീരവലയെ ഒരു പ്രത്യേക സ്ഥാനത്ത് ഉറപ്പിച്ച പോലെ എനിക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട്. ഈ പ്രകൃതിക്ക് അകത്താണ് ഈ സ്ഥാനം. ഞാനിന്ന് വേറിട്ടൊരു സാധനമല്ല. അത് നമ്മൾ വ്യവസ്ഥാ നിയമത്തിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നു. കൂടുകളായിട്ടുള്ള വിധാനം, പ്രപഞ്ചത്തിനകത്ത് മിൽക്കി വേ അകത്ത് സോളാർ സിസ്റ്റം, അതിനകത്ത് ഭൂമിക്കകത്ത് ജൈവരാശി, അതിനകത്ത് മനുഷ്യരാശി, അതിനകത്ത് മനുഷ്യകുലം, നമ്മുടെ ഈ പ്രദേശത്തെ കുലം, അതിനകത്ത് ഞാൻ, അതിനകത്ത് എന്റെ അവയവങ്ങൾ, അതിനകത്ത് കലകൾ, അതിനകത്ത് കോശങ്ങൾ, അങ്ങനെ കൂടുകൾക്കകത്ത് കൂടുകളായി ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പൊ പ്രകൃതിയുടെ അകത്ത് നിൽക്കുന്ന ഒരു സ്ഥലത്തെയാണ് ഞാനെന്ന് വിളിക്കുന്നത്. ചീനമല എന്നുള്ള വേലി ഉണ്ടല്ലോ, ആ വേലിയാണ് ഞാനെന്ന് പറയുന്നത്. ഇത് ഞാൻ കായലിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ലല്ലോ. അതുപോലെ ഞാൻ ഈ പ്രകൃതിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതല്ല, പ്രകൃതിയുടെ ഭാഗമാണ്. അപ്പോൾ എന്റെ നിലനിൽപ്പ്, എന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പ്രകൃതിയുടെ പ്രവർത്തനങ്ങളുമായി ചേർന്നാണ് നിൽക്കുന്നത്. അല്ലെങ്കിലോ പ്രകൃതിയുടെ പ്രവർത്തനങ്ങളാണ് എന്റെ പ്രവർത്തനങ്ങളായിട്ട് കാണപ്പെടുന്നത്. പ്രകൃതിയുടെ പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. അതിനോട് ഞാനിങ്ങനെ നിൽക്കുന്നതിനിടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രകൃതിയുമായി ബന്ധപ്പെടുന്നു എന്നൊരു ശബ്ദം അതിനകത്ത് വരുന്നുണ്ട്. അതല്ല ഉദ്ദേശിക്കുന്നത്. പ്രകൃതിയുടെ പ്രവർത്തനങ്ങളുണ്ടല്ലോ, ആ പ്രവർത്തനത്തിന്റെ ഒരു പാർട്ട് എന്നിലൂടെ നടക്കുന്നു എന്ന് മാത്രം. അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് എന്റെ ഈ ശരീരം, സംഘാടനം, പിന്നെ അതിന്റെ പ്രവർത്തനം, അതിന്റെ സ്പേസിങ്, അതിന്റെ ശക്തി എല്ലാം ഉണ്ടായിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടാണ്. അപ്പോ എന്റെ നിലനിൽപ്പും പ്രവർത്തനവും പ്രകൃതിയോട് ചേർന്നാണ്, പ്രകൃതിയുടെ ഒരു പ്രത്യേക സ്ഥാനത്താണ് തിരിച്ചറിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതറിയുമ്പോൾ നമുക്ക് ജീവിതത്തിന് കൃത്യമായിട്ടൊരു ദിശ കിട്ടും, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. ആശയക്കുഴപ്പം, നമ്മള് ക്ലാരിറ്റി ഉണ്ടാവുമ്പോൾ കൺഫ്യൂഷൻ കുറയും. നമ്മൾ ഈ പലപ്പോഴും ഈ കൺഫ്യൂഷനും, അതായത് കോംപ്ലിക്കേഷനും കോംപ്ലക്സും തമ്മിൽ ചേർത്ത് വായിക്കാറുണ്ട്. കോംപ്ലക്സ് വേറെ, കോംപ്ലിക്കേഷൻ വേറെ. കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആശയക്കുഴപ്പമാണ്, മൊത്തം അഴകുഴഞ്ഞ ഒരവസ്ഥയാണ്. കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഒട്ടേറെ കാര്യങ്ങൾ ഒരു സംവിധാനത്തിലൂടെ കടന്നു പോകുന്നതാണ്. അത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടായി. അത് മനസ്സിലായില്ലെങ്കിൽ കോംപ്ലിക്കേഷനായി. അപ്പൊ ഈ ക്ലാരിറ്റി ഉണ്ടാവുക വേണ്ടത്. നമ്മൾ ഈ പ്രകൃതിയുടെ ഘടന മനസ്സിലാക്കിയിട്ട് അതിനകത്ത് എന്റെ സ്ഥാനം എന്തെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ആശയം വളരെ വ്യക്തമാകും. അത് വ്യക്തമായി കഴിയുമ്പോൾ, എന്റെ ഈ സ്ഥാനത്തിനകത്ത് വ്യക്തമാകുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന സ്ഥാനത്ത് നിൽക്കുമ്പോൾ എന്റെ ഘടന എന്താണ്, എന്റെ സംഘാടനം എന്താണ്, എന്റെ പ്രവർത്തനം എന്താണ്, ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന സ്ഥാനങ്ങൾ എന്തൊക്കെയാണ്, ആ ഘടനയ്ക്ക് എന്തൊക്കെയാണ്, അവിടെ എന്റെ ശക്തി എന്താണെന്നുള്ളത് കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്.
ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇത് മനസ്സിലാകുന്നതോടുകൂടി നമുക്ക് വ്യക്തമാകുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് പ്രധാനമായിട്ടും എന്റെ സ്വഭാവവും ഘടനയും എന്താണെന്നുള്ളതാണ്. എന്റെ സ്വഭാവം എന്താണെന്നുള്ളതാണ്. സ്വഭാവം എന്ന് വെച്ചാൽ എന്റേതായിട്ടുള്ള ഭാവം. അത് പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള ദൗത്യത്തിന്റെ ഭാഗമായി വരുന്ന ഇൻഹെറിറ്റഡ് ടെൻഡൻസീസ്, പാരമ്പര്യ പ്രവണതകൾ ഉണ്ടാവും, ജന്മസിദ്ധമായ വാസനകൾ ഉണ്ടാവും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ ക്യാരക്ടർ, ഏത് തരം ടെമ്പറമെന്റ് ആണ്, എന്റെ സ്വഭാവം എന്താണ്, അതിന്റെ സാധ്യതകൾ എന്താണ്, ഈ സ്വഭാവമുള്ളവർ എങ്ങനെയാണ് പ്രവർത്തിക്കുക, അപ്പൊ ഞാൻ എന്നുള്ള സ്വഭാവക്കാരൻ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്റെ അകത്ത് ജന്മസിദ്ധമായി എനിക്ക് കിട്ടിയ ശേഷികൾ എന്തൊക്കെയാണ്, കഴിവുകൾ എന്തൊക്കെയാണ്, ഈ ഘടന ഉള്ളത് കൊണ്ട് തന്നെ എനിക്കുണ്ടായ പരിമിതികൾ എന്തൊക്കെയാണ്. അപ്പോൾ ഫാക്കൽറ്റീസ് ആൻഡ് ലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകും. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ പ്രകൃതിയെ നമ്മൾ ആദ്യം പഠിക്കുന്നു. പ്രകൃതിയെ പഠിക്കുന്നത് വെച്ചുകൊണ്ട് താരതമ്യം ചെയ്തുകൊണ്ട് നമ്മൾ സ്വയത്തെ പഠിക്കുന്നു. പ്രകൃതിയുടെ ഘടനയും വിന്യാസവും മറ്റുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിലെ ഘടനയും വിന്യാസവും പഠിക്കുന്നു. അതുപോലെ തന്നെ എന്റെ സ്വഭാവം, ഘടന, പാരമ്പര്യ പ്രവണതകൾ, സ്വഭാവം, സാധ്യത, ശേഷികൾ, പരിമിതികൾ തുടങ്ങിയവ പഠിക്കുന്നു. ഇത് പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു സ്വയംബോധം ഉണ്ടാവും. ഞാൻ എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാവും. ഇതൊരു തുടക്കമാണ്, മുഴുവനല്ല, തുടക്കമാണ്. അപ്പൊ നമുക്ക് ശരിയായ തീരുമാനം എടുക്കാൻ കഴിയും. ശരിയായ ഒരു ജീവിതക്രമം നമ്മളിൽ വരും. അതിനൊത്ത് ജീവിക്കാൻ നമുക്ക് കഴിയും. ഇതിനു വേണ്ടിയുള്ള ടൂളുകളാണ്, ഇതിനു വേണ്ടിയുള്ള വിവിധ തരം ചിന്താ പദ്ധതികളാണ്, ഇതിനു വേണ്ടിയുള്ള യാത്രയാണ് ഈ ആത്മയാനത്തിന് നമ്മൾ നൽകുന്നത്. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന കാര്യം, ഇതിലൂടെയെല്ലാം നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാണ്. പ്രകൃതിയെ അറിയുക എന്നുള്ളൊരു പരിപാടിയാണ്. നമ്മുടെ സ്ഥാനം തിരിച്ചറിയുക എന്നുള്ളതാണ്, സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ്, ശരിയായി ജീവിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ സ്വത്വത്തെ ശരിയാം വിധം തിരിച്ചറിയുക. നമ്മൾ കരുതി വെച്ചിരിക്കുന്ന ഭ്രമകൽപ്പനയുടെ ഒരു ഞാനിൽ നിന്നും ശരിയായ ഞാനിലേക്കുള്ള ഒരു പ്രയാണം. ഈ പ്രയാണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതുവരേക്കും പ്രകൃതിയെ അറിയുക എന്ന ആ ആശയം, അതിലൂടെ ഞാൻ എന്നെ അറിയുക എന്നുള്ള ആശയം, അത് കൃത്യമായി ബോധ്യപ്പെടുക, മനനം ചെയ്യുക, ബോധ്യപ്പെട്ട് പിന്നീട് വേണം നമുക്ക് അതിനകത്തേക്ക് പോകുവാൻ. അപ്പൊ ഇന്നത്തേക്ക് അത് ബോധ്യപ്പെടുവാൻ വേണ്ടിയുള്ള ഒരു സമയം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നാളേക്ക് ഇതിന്റെ തുടർച്ച സംസാരിക്കാമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.